നമ്മൾ ഈ വർഷം ലാസ്റ്റോട് കൂടിയിട്ട് ഡിസംബറോട് കൂടിയിട്ട് നോട്ടിഫിക്കേഷൻ വരികയും അടുത്ത വർഷം 2027 എക്സാം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന LP-UP എക്സാമിന് വേണ്ടിയിട്ട് നല്ലൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ആഴ്ചയിലെയും ടൈം ടേബിൾ വിടും. അത് തിങ്കൾ മുതൽ വെള്ളി വരെ, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി, ഈ ഒരു 5 ദിവസത്തെ പഠിക്കാൻ വേണ്ട ടോപ്പിക്കുകളാണ് എഴുതി വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് സോഴ്സാണോ ഉപയോഗിക്കുന്നത്, ഏത് മെറ്റീരിയൽ ആണോ അല്ലെങ്കിൽ ഏത് ക്ലാസ് ആണോ ഉപയോഗിക്കുന്നത്, ഫോളോ ചെയ്യുന്നത്, അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പൂർത്തിയാക്കുക. ഓരോ വിഷയത്തിന്റെയും ഞാൻ ടോപ്പിക് ഇട്ടിട്ടുണ്ട്. ആ ടോപ്പിക്ക് നിങ്ങൾക്ക് ഏത് റാങ്ക് ഫയൽ വേണമെങ്കിലും ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏത് ക്ലാസ് വേണമെങ്കിലും ഉപയോഗിക്കുക. യൂട്യൂബിൽ ഏതെങ്കിലും ചാനൽ ഫോളോ ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓൺലൈൻ ക്ലാസ്സുകളോ ഓഫ്ലൈൻ സെന്ററുകളോ ഒക്കെ പോയി പഠിക്കുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താണോ ഉപയോഗിച്ച് പഠിക്കുന്നത് അത് പഠിച്ചിട്ട് ആ ടോപ്പിക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് ശനിയാഴ്ച അതിന്റെ ഒരു റിവിഷന്, അതായത് ഇപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, ആ നോട്ട് പെട്ടെന്നൊന്ന് വായിച്ചു തീർക്കുക. ആ ഒരാഴ്ചയിലെ എല്ലാ ഭാഗങ്ങളും ശനിയാഴ്ച കവർ ചെയ്യുന്ന രീതിയിൽ റിവിഷൻ നടത്തുക. എന്നിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഒരു റിവിഷൻ എക്സാമിന്റെ മോഡലിൽ എഴുതിവിടും. അത് 100 മാർക്കിനൊന്നും ആവില്ല, പക്ഷെ നമ്മൾ ആ ഒരാഴ്ചത്തെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കാനും നമ്മൾ കംപ്ലീറ്റ് ആക്കിയത് നമുക്ക് ഓർമ്മയുണ്ടെന്ന് നോക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ചെറിയ എക്സാം നടത്തുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ടോപ്പിക്ക് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഫോട്ടോ വിടാം. അപ്പോൾ ഇത് നോക്കിയിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഇവിടെ ഒന്നാമത്തെ ടോപ്പിക്ക് കറണ്ട് അഫെയർ ആണ്. കറണ്ട് അഫെയർ 2025 ജനുവരിയിലാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ അതെന്ത് ചെയ്യണം, നിങ്ങൾ ഡെയിലി പത്രമൊക്കെ വായിച്ചിട്ട് ഡെയിലി കറണ്ട് അഫെയർ നോട്ട് ചെയ്ത് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്താൽ മതി. അതല്ല ഇനി വേറെ ഏതെങ്കിലും ആപ്പ് ഉപയോഗിച്ചിട്ടോ PDF വായിച്ച് പഠിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്താണെങ്കിലും എന്ത് ചെയ്യുക, 2025 ജനുവരി മാസത്തിലെ കറണ്ട് അഫെയർ ഈ ആഴ്ച കംപ്ലീറ്റ് ആക്കുക. പിന്നെ ഇംഗ്ലീഷിൽ ഞാൻ അഡ്ജക്റ്റീവ് ആണ് ഇട്ടിട്ടുള്ളത്. മലയാളത്തിലെ ലിംഗം, നമ്മുടെ സ്ത്രീലിംഗം, അങ്ങനത്തെ ലിംഗത്തിനെ കുറിച്ചിട്ടുള്ള ഓരോ വിഭാഗങ്ങളുണ്ടല്ലോ അത്. പിന്നെ മാത്സിൽ ശതമാനം, ഫിസിക്സിൽ ബലം, കെമിസ്ട്രിയിൽ വാതക നിയമങ്ങൾ, ബയോളജിയിൽ വിറ്റാമിനുകളും മിനറലുകളും, സൈക്കോളജിയിൽ വൈഗോട്സ്കിന്റെ തിയറി കാര്യങ്ങൾ, വൈഗോട്സ്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ജോഗ്രഫിയിൽ ഇന്ത്യന്റെ അടിസ്ഥാന വിവരങ്ങൾ. ഇതാണ് ഈ ഒരു ആഴ്ചയിൽ പഠിക്കേണ്ട ടോപ്പിക്കുകൾ. അപ്പൊ ടൈം ടേബിൾ 1 എന്ന് എഴുതി വെച്ചിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതുക. പിന്നെ ഞാനിപ്പോ ഇവിടെ ഇംഗ്ലീഷിലെ അഡ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞല്ലോ, അതിന് ഞാനിവിടെ 6 മണിക്കൂർ ഓരോ ദിവസവും ഓരോ വിഷയത്തിന് 6 മണിക്കൂറാണ്, ഓരോ മണിക്കൂറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ കറണ്ട് അഫെയർ ഒന്നും 1 മണിക്കൂർ കൊടുക്കണമെന്നുണ്ടാവില്ല, ഒരു അരമണിക്കൂർ 30 മിനിറ്റ് ആയാലും മതി. പക്ഷെ ബാക്കിയുള്ളത് എല്ലാതും ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനത്തെ കൂടുതൽ വരുന്ന ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്യുക, ഓരോ ദിവസവും ഓരോ മണിക്കൂർ വെച്ചിട്ട് പഠിക്കുക. അപ്പൊ നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 5 ദിവസവും 5 അവറാണ് നമുക്ക് കിട്ടുക. അപ്പൊ അതിന്റെ ബാക്കി ഇനി നമുക്ക് പഠിക്കാൻ സമയം വേണമെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ബലം എന്നുള്ള ടോപ്പിക്കൊക്കെ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് സമയം വേണം. അപ്പൊ ഞാനിവിടെ ഒരു 11 മണിക്കൂർ കണക്കാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഞാനിത് ഫോളോ ചെയ്തു പോകുന്നത് സൈലത്തിന്റെ ക്ലാസ് വെച്ചിട്ടാണ്. സൈലത്തിലെ എത്ര ക്ലാസ് ആണോ ഉള്ളത് അത് ഓരോ ക്ലാസ് ഓരോ മണിക്കൂർ പഠിക്കാൻ വേണ്ടിയിട്ട് വിഭജിച്ചിട്ടാണ് ഞാനിവിടെ മണിക്കൂർ എഴുതിയിട്ടുള്ളത്. അപ്പൊ ബലത്തിന് ഞാനിവിടെ 11 മണിക്കൂറാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു 11 മണിക്കൂറിലെ 5 മണിക്കൂർ ഈ ആഴ്ച കംപ്ലീറ്റ് ആക്കണം. അപ്പൊ ബലത്തിന്റെ ആദ്യത്തെ ടോപ്പിക്കുകളൊക്കെ, ആദ്യത്തെ ഭാഗങ്ങൾ ഈ ആഴ്ച കംപ്ലീറ്റ് ആക്കുക. ഇനി അടുത്ത ആഴ്ച ഞാൻ ടോപ്പിക് ഇടുമ്പോൾ ഈ ബലത്തിന്റെ ബാക്കി ഭാഗം പഠിക്കാൻ വേണ്ടിയിട്ട് ആ ടൈം ടേബിൾ ഉൾപ്പെടുത്തും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഭാഗം കുറച്ച് ഭാഗം പഠിക്കണം, അടുത്ത ഭാഗം അടുത്ത ആഴ്ചയും പഠിക്കണം. അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റിൽ ഇവിടെ 11, അതേപോലെ കെമിസ്ട്രി 10, ബയോളജി പിന്നെ വിറ്റാമിനുകൾ മിനറലുകൾ അത് കുറച്ച് ഭാഗ്യമുള്ളൂ. അപ്പൊ അത് 5 എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഈ ആഴ്ചയിൽ കംപ്ലീറ്റ് ആക്കേണ്ട ടോപ്പിക്കുകളാണ് ഞാനിപ്പോ ഇട്ടിട്ടുള്ളത്. അതിൽ ഓരോ വിഷയത്തിനും നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യണം, ഓരോ മണിക്കൂർ കൊടുക്കണം. അങ്ങനെ കംപ്ലീറ്റ് ആക്കുന്ന ടോപ്പിക്കുകൾ 5 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആക്കുന്നത് ഈ ആഴ്ചയോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആക്കും. ഇനി 5 മണിക്കൂറിലേറെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ അടുത്ത ആഴ്ച ടൈം ടേബിൾ ഇടുമ്പോൾ അതിന്റെ കൂടെ ഉൾപ്പെടുത്തുകയും ചെയ്യും.
അപ്പോൾ എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ല രീതിയിൽ പഠിക്കുക. ഇനി എന്ത് ചെയ്യുക, ശനിയാഴ്ച ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ചിട്ട് ശനിയാഴ്ച അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഒന്ന് ഓടിച്ച് വായിച്ചു പോവുക. അത് റിവിഷൻ നടത്തുക. ഞായറാഴ്ച ആകുമ്പോഴേക്കും ഒരു ചെറിയ റിവിഷൻ എക്സാം ഇതേപോലെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം.